വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഏക ആതുരാലയമാണ് പാടിച്ചിറയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് ഇപ്പോൾ ആ പേര് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിഗണന മാത്രമാണ് അവിടെ കിട്ടുന്നത്, അവിടെ ഉള്ളത്. ആവശ്യത്തിന് ഡോക്ടേഴ്സോ ജീവനക്കാരോ ഇല്ലാത്തതാണ് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. പാടിച്ചിറയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അവഗണനയുടെ അടയാളമാണ്. നൂറുകണക്കിന് രോഗികളുടെ ആശ്രയ കേന്ദ്രമാണിത്. മതിയായ വിധം ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാത്തതാണ് പ്രതിസന്ധി. ഒരേക്കറിലാണ് പാടിച്ചിറയിലെ ആരോഗ്യ കേന്ദ്രം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന പേര് മാറി സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി. ഇതൊഴിച്ചാൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. കർണാടകയിൽ നിന്ന് പോലും അതിർത്തി കടന്ന് രോഗികൾ ഇവിടെ എത്താറുണ്ട്. ആദിവാസി മേഖലയടക്കം ഉള്ള പ്രദേശമാണിത്. അമിതമായ ജോലിഭാരമാണ് ജീവനക്കാർക്കുള്ളത്. മതിയായ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമുണ്ട്. കിടത്തി ചികിത്സയടക്കം സാധ്യമാകുന്നതാണ്. എന്നിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല. ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഡോക്ടർ വരുന്നുള്ളൂ. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം 200 അടുത്ത് രോഗികൾ വരുന്നുണ്ട്. ആ രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ ടാപ്പാട് ഒരു നേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. മുള്ളൻകൊല്ലി പഞ്ചായത്തും കർണാടകയുടെ പല ഭാഗങ്ങളിൽ നിന്നും, തൊട്ടടുത്താണ് കർണാടക അതിർത്തി, അവിടുന്ന് ഒത്തിരി രോഗികൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനടുത്തുള്ള മറ്റൊരു പ്രശ്നം പാറമടയാണ്. ഉഗ്രസ്ഫോടനങ്ങൾ മൂലം ആരോഗ്യ കേന്ദ്രത്തിനും സമീപത്തെ വീടുകൾക്കും വരെ ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഹോസ്പിറ്റലിൻ്റെ ഏറെക്കുറെ ഒരു കുറഞ്ഞ മീറ്റർ അകലെ കിഴക്കേ ഭാഗത്ത് ഷിജുവിൻ്റെ പറമ്പിൽ ഒരു കോറി പ്രവർത്തിക്കുന്നുണ്ട്. അതിശക്തമായ സ്ഫോടനം മൂലം ഈ പരിസരത്തുള്ള വീടുകളും മെയിനായിട്ട് 100 കണക്കിന് ഓരോ ദിവസവും 100-200 രോഗികളുടെ ആശ്രയമാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഈ ബിൽഡിങ്ങുകൾ വൈബ്രേറ്റ് ചെയ്ത് ഇത് മുഴുവൻ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ചുറ്റുവട്ടമുള്ള വീടുകൾ മുഴുവൻ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്വകാര്യ ആശുപത്രി പോലും മുള്ളൻകൊല്ലി പഞ്ചായത്തിലില്ല. അതിനാൽ തന്നെ സായാഹ്ന OP അടക്കം ഇവിടെ നടപ്പിൽ വരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തണം. ഇതോടൊപ്പം പരിസരത്തുള്ള പാറമട അടച്ചുപൂട്ടണം. ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം ഇതാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും അവരുടെ ആവശ്യം അത് ന്യായമുള്ള ആവശ്യമാണ്. കാരണം അവിടെ മറ്റ് സ്വകാര്യ ആശുപത്രികളില്ല. ആകെയുള്ളത് ഈ ഒരൊറ്റ ആതുരാലയം മാത്രമാണ്. അവിടെയാണ് ഈ വലിയ പ്രതിസന്ധി. എന്തുകൊണ്ടാണ് അവിടെ ജീവനക്കാരില്ലാത്തത്, എന്തുകൊണ്ടാണ് അവിടെ ഡോക്ടേഴ്സിനെ നിയമിക്കാത്തതെന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാട്ടുകാർ ഒരുപാട് നാളായി. ഇനിയുമുണ്ട് ചില വിഷമങ്ങൾ അവർക്ക് പറയാൻ. അത് കേൾക്കാം. എപ്പോൾ വന്നാലും ഡോക്ടർമാരില്ല. ഇനി അഥവാ വന്നാലും ഒരു 2-3 ദിവസം നിൽക്കുക, അവർ വീണ്ടും ഇവിടുന്ന് പോകുക. സിസ്റ്റേഴ്സും ഇല്ല, ഡോക്ടർമാരും ഇല്ല. രോഗികൾ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അപ്പോൾ ഡോക്ടറില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരേക്കർ സ്ഥലമുണ്ട്. ആശുപത്രി ഇതുപോലെ കെട്ടിടം നല്ല രീതിയിൽ പണിതിട്ട് ഒരുപാട് വർഷങ്ങളും ആയതാണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഡോക്ടർ ഉള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച എല്ലാ ദിവസവും ഡോക്ടർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഡോക്ടർ സേവനം ഉണ്ടായിരിക്കണം. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട്, കെട്ടിട സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഈവനിങ് OP അടക്കം ആരംഭിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.